ശ്രീ എം വിൻസെന്റ്. സർ, മയക്കുമരുന്നിനെതിരായി ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള അതിശക്തമായ പോരാട്ട പരിപാടികൾക്ക് സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന ഈ സന്ദർഭത്തിൽ ചെറുപ്പക്കാരുടെയിൽ കായിക അഭിരുചി വളർത്തുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതികൾ ആവശ്യമാണ്. ഇവിടെ തന്നെ നമുക്കറിയാം, സ്കൂളുകളിൽ, കോളേജുകളിൽ മിക്കവാറും സ്കൂളുകളിലും കോളേജുകളിലും ഗ്രൗണ്ടുകളുണ്ട്. ആ കോളേജുകളിലെയും സ്കൂളുകളിലെയും കുട്ടികൾ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. സ്കൂൾ കോളേജ് സമയം കഴിഞ്ഞാൽ മറ്റുള്ള ചെറുപ്പക്കാർ കൂടി, കായിക പ്രേമികൾ കൂടി അത് ഉപയോഗിക്കാനുള്ള അവസരമുണ്ടായാൽ 100 കണക്കിന് ഗ്രൗണ്ടുകൾ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. മാത്രം സ്ഥലപരിമിതിയാണ് ഇന്ന് പുതിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും വലിയ കുറവായി നിൽക്കുന്നത്. അത് പരിഹരിക്കാനും കഴിയും. ഗവൺമെൻറ് അത്തരം സ്റ്റേഡിയങ്ങൾക്ക് ഒരു വാർഷികമായ ഒരു മെയിൻ്റനൻസ് ഗ്രാൻഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 കണക്കിന് ഗ്രൗണ്ടുകൾ ഒരേ സമയത്ത് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അതിന് സർക്കാർ നടപടി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. സാർ, ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. സ്കൂളുകൾക്ക് ഒരുപാട് സ്കൂളുകളെ സംബന്ധിച്ച് ഗ്രൗണ്ടുകൾ ഒരുപാടുണ്ട്. പ്രാദേശികമായി നമുക്ക് മുൻകാലങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രൗണ്ടുകളെല്ലാം തന്നെ സ്കൂളുകളുടേതാണ്. പക്ഷേ സമീപകാലങ്ങളിൽ സ്കൂളുകളിൽ പലതും 5 മണിക്ക് ശേഷം പൊതുസമൂഹത്തിന് ആക്സസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അടച്ചിടുന്നതിൻ്റെ ഭാഗമായി വലിയ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ 1 പഞ്ചായത്ത് 1 പ്ലേ ഗ്രൗണ്ടിൻ്റെ ഭാഗമായി നമ്മൾ അനുവദിക്കുന്ന സ്കൂളുകളെ സംബന്ധിച്ച് സ്കൂളുകളുടെ നടത്തിപ്പിനും അവരുടേതായ പരിപാലനത്തിനും തടസ്സം വരാത്ത രീതിയിൽ ഒരു MOU ഒപ്പുവെക്കുകയും പൊതുസമൂഹത്തിനൂടി ഉറപ്പുവരുത്താവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ബാക്കി മറ്റിടങ്ങളിൽ കൂടി സ്കൂളുകളുടെയും കോളേജുകളുടെയും ഗ്രൗണ്ടുകൾ അവയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രയാസം വരാത്ത രീതിയിൽ പൊതുസമൂഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ മറ്റു ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെട്ട് കൂടിയിൽ ചെയ്യാം.